നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മനഃപൂർവ്വം ആരോ ഡ്രസ് പാക്കറ്റുകൾ തമ്മിൽ മാറ്റിവെച്ചതാ. അതാ സംഭവിച്ചത്. അല്ല, അങ്ങനെ മനഃപൂർവ്വം അത് പിന്നെ ആരാ? നമ്മള് തമ്മിൽ അകലണമെന്ന് ആഗ്രഹമുള്ള ഒരാൾ. അത് സഞ്ജനല്ലാതെ പിന്നെ വേറെ ആരാവനാ? അവളാവാനേ വഴിയുള്ളൂ. സഞ്ജന ഇവിടെ വന്ന ഉടൻ ഡ്രസ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം ലച്ചുവിനോട് ചോദിച്ചത്ര. അവള് ശുദ്ധഗതിക്ക് അവള് വാങ്ങിയ ഗിഫ്റ്റ് കാണിക്കുകയും ഡീറ്റെയിൽസ് ഒക്കെ പറയുകയും ചെയ്തു. ഇടയ്ക്ക് ലച്ചുവിന് അമ്മ ചോദ്യം ചെയ്തപ്പോ അവള് പറഞ്ഞത് ഇതല്ല. അപ്പോ ഉറപ്പായി ഇതെല്ലാം ചെയ്തത് സഞ്ജന തന്നെയാ. ആ ദക്ഷയുടെ ഒത്താശ എല്ലാത്തിനും അവൾക്ക് ഉണ്ടാവും. സഞ്ജു അവളെ വിവാഹം കഴിക്കാത്തതിന്റെ വാശി അവക്ക്. അപ്പോ എങ്ങനെയും നമ്മളെ തമ്മിൽ വേർപിരിയണം. അതാ അവളുടെ അമ്മയുടെ ലക്ഷ്യം. ഞാൻ ഫംഗ്ഷന് എല്ലാവരുടെയും മുന്നില് വല്ലാതെ ചെറുതായി പോകുന്ന പോലെ തോന്നി. അപ്പോ എന്തോ സഞ്ജു, എനിക്ക് സ്വയം നിയന്ത്രിക്കാനായില്ല. ഇതിന്റെ പേരില് മനസ്സുകൊണ്ട് ഞാൻ ലച്ചുവിനെ ഒരുപാട് കുറ്റപ്പെടുത്തി. സഞ്ജുവിനും വലിയ വിഷമമുണ്ടായല്ലേ? വിഷമിച്ചു, ഞാൻ ഒരുപാട് വിഷമിച്ചു. എല്ലാവരുടെ മുന്നിൽ വെച്ച് സ്വാതി പെട്ടെന്ന് ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയപ്പോ ഞാനെന്തോ അങ്ങ് ഇല്ലാണ്ടായി പോയ പോലെ തോന്നി. സോറി സഞ്ജു, അങ്ങനെ പറ്റിപ്പോയി. സോറി. ഏയ് സാരമില്ല സ്വാതി. ഇതെനിക്കൊരു പാഠമാ. ഇനി ഇങ്ങനെ ജീവിതത്തിൽ എന്ത് വന്നാലും ഞാൻ ഒരു നിമിഷം ആലോചിക്കും സഞ്ജു. സഞ്ജുവിന് എന്നോടുള്ള സ്നേഹത്തെ പറ്റി ഞാനപ്പോ ചിന്തിക്കും. അപ്പോ എനിക്കിങ്ങനെ ഒരു അബദ്ധം ഇനി ഒരിക്കലും പറ്റില്ല. ജീവിതം അങ്ങനെയാ, പല പ്രതിസന്ധികളും ഉണ്ടാവും. പക്ഷേ സ്വാതി എനിക്കറിയാം, സ്വാതിക്കെന്നെ അതുപോലെ നമുക്ക് ആ പരസ്പര വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്നും സന്തോഷത്തോടെ ഒന്നിച്ചു ജീവിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.